ഇപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാലോ? അതെ, ചേച്ചി പറഞ്ഞ ആ രുചിയുടെ രാജാവ് കറക്റ്റ് അല്ലേ, ആരാണെന്ന് അറിയണ്ട, എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹമായിരിക്കും ഇന്നിവിടെ വിധി എഴുതുക. അതെ, അതാണ് കറക്റ്റ്. ഞാൻ അപ്പൊ ആ രുചിയുടെ രാജാവ് ആരാണെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു 50 years, ഒരു 50 വർഷത്തെ പാരമ്പര്യമുണ്ട് നമ്മുടെ തൃപ്പൂണിത്തുറ രാജകുടുംബത്തിന് വരെ. അദ്ദേഹത്തിന്റെ മുത്തശ്ശനൊക്കെ ആയിരുന്നു സദ്യയൊക്കെ കൊടുത്തിരുന്നത്. അത്രയും പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതെ, ഒരു കാര്യം മനസ്സിലാക്കണം, എന്താ അറിയോ, ഞാൻ പേടിപ്പിക്കുകയല്ല. അതെ, ഈ നമ്മള് പറയില്ലേ കൈപ്പഴക്കവും തഴക്കവും വന്ന അദ്ദേഹം എന്ന് പറയും. അത് മാത്രല്ല, അദ്ദേഹത്തിന് മണത്തിൽ കൂടി പോലും അറിയാൻ പറ്റും പായസത്തിന്റെ രുചി എന്നാ പറയാ. അതെ, അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ തന്നെ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി പോയേ, തീർന്ന്. പിന്നെ ഒരു വലിയ ബ്രാൻഡ്, ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ? എത്രയോ വർഷത്തെ ഹാർഡ് വർക്ക്. അതെ, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ. നമുക്കൊക്കെ നല്ല എന്താ പറയാ രുചിയുള്ള സദ്യ നമുക്ക് വിളമ്പി തരുന്ന സുഹൃതം കാറ്ററിംഗ്, അതിന്റെ ഓണർ കൂടെയാണ് സാറ്. SK സുബ്രഹ്മണ്യൻ സാറിനെയാണ് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അപ്പൊ യാനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിലേക്ക് SK സുബ്രഹ്മണ്യൻ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഞാനും ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് നിറവോടെ അതെ സ്വാഗതം ചെയ്യും. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം. ഓണം. ഞാൻ ഒരു ടെലിവിഷൻ ചാനൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അത് ആനിയുടെ ഒപ്പം അമൃതയുടെ ഇതിലായത് കാരണം ഭയങ്കര സന്തോഷം. സാർ, എനിക്ക് അതിനെക്കാട്ടിലും വലിയൊരു സുഹൃതം എന്താണെന്നറിയോ? സാറിനെ പോലെ ഒരാളുടെ കൂടെ നിൽക്കാൻ സാധിച്ചത് ഞാൻ ബ്ലസ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കാം. അത് മാത്രല്ല, നമ്മുടെ കണ്ടസ്റ്റൻസിന് എല്ലാരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത് സാറാണ് ഇന്ന് നമ്മുടെ ഇവിടെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അതെന്താ അറിയോ സാർ, ഇന്ന് ഈ 10 കൗണ്ടറിലും ഞാൻ സാധാ ഒരു അടപ്പായസം പ്രതീക്ഷിച്ച് കയറി. പരിപ്പ്, കടല ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷെ ഇതൊന്നുമല്ല സാർ, 10 കൗണ്ടറിലും 10 തരം പായസമാണ്. അതെ, പരീക്ഷണങ്ങൾ എപ്പോഴും പുതുമയിലേക്ക് വരുന്നു. അത് ഹെൽത്തി ആയിരിക്കണം, അതാണ് ഏറ്റവും. ഇത് മിക്കവരും ഹെൽത്തി ആയിട്ട് തന്നെയാണ് സാർ ചെയ്യുന്നത്. സാർ, ഈ അടപ്പായസം ഒക്കെ അതിന്റെ എന്താ പറയാ ഒറിജിൻ അങ്ങനെയൊക്കെ എന്താണ് സാർ? ഹിസ്റ്ററി ഉണ്ടാവില്ല, നമ്മളെപ്പോഴും പായസം പായസം എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ കാലത്ത് ഭക്ഷണത്തിനാണ് പ്രശ്നമായിരുന്നത്. ഭക്ഷണം അമൃതമാവാനായിട്ടാണ് അരിയിൽ ശർക്കരയും മറ്റു സാധനങ്ങൾ ചേർത്തിട്ടാണ് പായസം ആദ്യം ഉണ്ടാക്കുന്നത്. അത് അവര് ഭക്ഷണം നല്ലോണം കഴിച്ചാൽ മധുരം കഴിക്കണം എന്നുള്ളത്. ഓക്കെ സാർ, അപ്പൊ എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് അറിവില്ലാത്തോണ്ട് ചോദിക്കാണ്. സദ്യ എപ്പോഴും നന്നാവുന്നത് സാമ്പാർ നന്നാവുമ്പോഴെന്നാണ് പൊതുവേ കേൾക്കുന്നത്, ശരിയാണോ സാർ? സാമ്പാർ മാത്രമല്ല, സാമ്പാർ ഒരു മെയിൻ ഘടകമാണ്. സാമ്പാർ, പായസം, അവിയൽ, പച്ചക്കറി സദ്യയില് ഏറ്റവും ഇത് മൂന്നും നന്നായാൽ സദ്യ നന്നായി. അതിലേതെങ്കിലും ഒന്നില് പാളിച്ച പറ്റിയാൽ സദ്യക്ക് മോശപ്പേരാണ്. ഓ, അത് ശരി. പക്ഷെ ചേച്ചി, സാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പാലട പ്രഥമന്റെ ഭയങ്കര വലിയൊരു ഫാനാണ് ഞാൻ. എപ്പോഴും സ്വിഗ്ഗിയിൽ ഇടയ്ക്ക് ഓർഡർ ചെയ്യും. അതായത് പപ്പടവും പഴവും കൂട്ടി മാത്രം കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഹൃതം കാറ്ററിംഗിലെ ആ പാലട പ്രഥമൻ, ഭയങ്കര ഇഷ്ടമാണ് സാർ. സാർ, ഇപ്പൊ എത്ര ലിറ്റർ പായസം വരെ പോവായിരിക്കും വിശേഷ ദിവസങ്ങളിലൊക്കെ? കാരണം സാറിന്റെ പായസം എന്ന് പറഞ്ഞാൽ വാങ്ങാത്ത ആരും ഇല്ല. ഓണത്തിന്റെ ദിവസം എല്ലായിടത്തും ഞാൻ ഒരു ബ്രാഹ്മണ സഭയുടെ ഒരു പായസം ഒരു 40 വർഷമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഒരു 2000 ലിറ്ററോളം ഉണ്ടാവും പായസം. അവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആലോചിച്ചോടെ. 2000. സാറിന് ഇഷ്ടമാണോ ഈ കേറ്ററിംഗും ഈ ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ? ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ട്, സന്തോഷമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ജോലി വരെ ഉപേക്ഷിച്ച് ഇവിടെ ഒരു ചേച്ചി അത് പറയുകയും ചെയ്തു. ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഭയങ്കര തൃപ്തിയാണ്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിറവോടെ കൊടുക്കണം, രുചിയോടെ കൊടുക്കണം. അത് സത്യമാണ് സാർ. പാചകത്തോട് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും. അതെ, പാചകം ഇപ്പോൾ അമ്മമാര് ചെയ്യുമ്പോൾ നമുക്ക് സ്വാദം തോന്നുന്നത് അമ്മമാര് സന്തോഷത്തോടു കൂടി ഉണ്ടാക്കും. അതെ, സ്നേഹത്തോടെ കൂടി സന്തോഷത്തോടു ഉണ്ടാക്കുമ്പോൾ പാചകത്തിന്റെ സ്വാദ് കൂടും, അത് കഴിക്കുന്ന അളവും കൂടും. അതെ ചേച്ചി, ഇപ്പൊ സാർ പറഞ്ഞല്ലോ ജോലി വിട്ട് ഞാൻ പാചകം ഇഷ്ടപ്പെട്ട് ഇതിലേക്ക് വന്നു. സാറിന്റെ ഫാമിലി ഫുൾ ഇതില് തന്നെയാണ്. അത് അച്ഛൻ, മുത്തശ്ശൻ, ഇളയച്ചനൊക്കെ. മുത്തശ്ശനാണ് രാജകുടുംബത്തിലെ അവർക്ക് പാചകത്തിന് വേണ്ടി വന്നത്. പിന്നെ ഞങ്ങൾ തൃപ്പൂണിത്തുറ
ആണ് ശരിക്കും രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട്. അവിടെ അച്ഛനും മുത്തച്ഛനും ഇളയച്ഛനും ഒക്കെ കൂടി കുടുംബ പാരമ്പര്യമായിട്ട് അവിടെ. ഈ പാരമ്പര്യം നെക്സ്റ്റ് ജനറേഷനിലേക്ക് തീർച്ചയായിട്ടും എന്റെ മകനും മകളും എല്ലാവരും. മകൻ MBA കഴിഞ്ഞ് പ്ലേസ്മെന്റ് ആയിട്ട് ജോലിക്ക് പോവാതെ വീണ്ടും ഇതിൽ തന്നെ വന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം സർ. സർ ഇവിടെ ഇപ്പൊ നമുക്ക് കോൺടെസ്റ്റില് നമ്മുടെ പാചകത്തിന് 1 മണിക്കൂറാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. സാറ് അതനുസരിച്ച് പറഞ്ഞു തരും. സർ അവർക്കുള്ള റൂൾസ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ കോൺടെസ്റ്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ 1 മണിക്കൂർ മതിയാവുന്നു വിചാരിക്കുന്നു. അതിനു മുമ്പ് തീരുമായിരിക്കും. പക്ഷെ അത് സമയമെടുത്ത് എന്ത് പായസം ചെയ്താലും അത് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരിക്കലും പായസം തിളച്ച വഴി വിളമ്പരുത്. തിളച്ച വഴി വിളമ്പരുത്. ആ പാത്രത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് അതിൻ്റെ പാത്രപാകം എന്ന് പറയും, ആ പാകത്തിൽ വന്നിട്ട് പായസം സെർവ് ചെയ്യും. അതാണ് സർ. അതിനുള്ള ടിപ്പുകൾ എന്താ? ഞാൻ നേരത്തെ സാറിനോട് സംസാരിച്ചപ്പോൾ സാർ 2-3 ടിപ്പ് പറഞ്ഞു തന്നു. മധുരം കൂടാൻ പാടില്ല, കുറയാനും പാടില്ല, അതിന്റെ സമമായിരിക്കണം. പക്ഷെ ഏറ്റവും കൂടുതൽ സാർ പറഞ്ഞെന്തറിയോ, പായസം കാണുമ്പോൾ അറിയാൻ പറ്റും പായസത്തിന്റെ രുചി എന്താണ്. അതിന്റെ ടിപ്പ് എന്താണ് സർ? പായസം ഉണ്ടാക്കി കഴിഞ്ഞ് പാത്രത്തിലിരിക്കുമ്പോൾ തന്നെ അറിയാം അതിനൊരു ഗ്ലേസിങ് ഉണ്ടാവും എല്ലാ പായസത്തിനും. ഇപ്പോൾ നിങ്ങൾ എന്ത് വിഭവം കൊണ്ടുണ്ടാക്കിയാലും പായസത്തിനൊരു ഗ്ലേസിങ് ഉണ്ടാവും. ആ ഗ്ലേസിങ് അതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നുള്ളത്. അതെ, കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. അതായത് സാർ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിയായി പോകും. അതാണ് ആകർഷണം. അത് ഈ മുകളിൽ നമ്മൾ കശുവണ്ടിയും ഇതൊക്കെ ഇടുന്നത്. കശുവണ്ടിയൊക്കെ ശരിക്കും പൊൻനിറത്തിൽ, നെയ്യ് അധികം കണ്ടമാനം ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ നിറവും ഇതൊക്കെ പോകും. അല്ലാതെ കശുവണ്ടിയും ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അത്ര കറക്റ്റായിട്ട് ചെയ്താൽ അതാണ് സമയം എടുക്കുന്നത്. അതേപോലെ സാറ് നമ്മൾ ഇതിനല്ല ഞാൻ പറയുന്നത്, സാറ് പാചകത്തിൽ ഒരു മെയിൻ കാര്യം പറഞ്ഞ എന്താ അറിയോ, നമ്മളെപ്പോൾ പാചകം ചെയ്യുമ്പോഴും ഏത് സാധനം അടുപ്പി വെച്ചാൽ തുളുമ്പാൻ പാടില്ല, പിന്നെ കരിയാനും പാടില്ല, അതായത് പുകയാനും പാടില്ല. അപ്പൊ ഞാൻ സാറിനോട് പറയുന്നത്, ഞങ്ങള് വീട്ടമ്മമാര് നോക്കി നിന്നാ ചായ തിളക്കില്ല. എന്തെങ്കിലും കാര്യം പറയാം എന്താ ചോദിച്ചാ തീർന്നു. സത്യല്ലേ ഞാൻ പറഞ്ഞേ? ഇപ്പൊ സാറായിരിക്കും ഇന്ന് നമ്മളെല്ലാരെയും ജഡ്ജ് ചെയ്യാ, ഞാനല്ല. അതുകൊണ്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ സാറായിരിക്കും പറയാ. എല്ലാവർക്കും എന്റെ എന്താ പറയാ, ഓൾ ദി ബെസ്റ്റ്. സത്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോന്നും ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഓരോ പായസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സർ? അതെ, ഓക്കെ. എല്ലാവർക്കും ഓണാശംസകൾ. തുടങ്ങാറായെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യട്ടെ? 3, 2, 1 ഗോ. Take it,